ഇപ്പം എനിക്ക് ഖുർആനോടുള്ള എൻ്റെ ബന്ധം എത്രയാണെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. പടച്ചവനോടുള്ള എൻ്റെ ബന്ധം എത്രയാണ്, എൻ്റെ ദീൻ എത്രയാണ്, എൻ്റെ തെക്ക് എത്രയാണ്, ഒക്കെ പരിശോധിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മൾ നല്ല പുസ്തകം വായിക്കുമ്പോൾ എഴുതിയ ആളോട് നമുക്കൊരു വല്ലാത്ത ഇഷ്ടം തോന്നില്ലേ? അതാ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോഴേ ആ ഓഥറോട് നമ്മളൊരു ഫാൾ ഇൻ ലവ്, വിശദീകരിക്കാനാവാത്തൊരു പ്രണയബന്ധത്തിലേക്ക് അകപ്പെടും. പടച്ചവനോട് ഒരു വല്ലാത്ത സ്നേഹബന്ധത്തിലേക്ക് അകപ്പെടും. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നിയ ഒന്ന് രണ്ട് കോട്ട് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ, the more you read the Quran, the more you will fall in love with the author. ഖുർആൻ എത്രയാണോ നിങ്ങൾ വായിക്കണേ അത്രയും നിങ്ങൾ അതിൻ്റെ ഓഥറോട്, അതിൻ്റെ ഉടമസ്ഥനോട്, അതിൻ്റെ രചയിതാവിനോട്, അള്ളാൻ്റെ കലാമല്ലേ, അള്ളാൻ്റെ കലാമാണല്ലോ ഖുർആൻ. അപ്പോൾ അത് ആരുടേതാണോ അവനുമായി നിങ്ങളൊരു അനുരാഗത്തിൽ അകപ്പെടും. പിന്നെ പറയാം, ഇഫ് യു റീഡ് ദ ഖുർആൻ വിത്ത് യുവർ ഹെഡ്, നമ്മുടെ തലച്ചോറുകൊണ്ടാണ് ഖുർആൻ നമ്മൾ വായിക്കണതെങ്കിൽ ഖുർആൻ നമുക്ക് റിപ്പീറ്റേഷനായിട്ട് അനുഭവപ്പെടും. ആവർത്തനം, ഒരേ കാര്യം തന്നെ എത്ര വട്ടം പറയുന്നത് അല്ലേ? ഒരേ സന്ദർഭം പോലും ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ഒരു നല്ല ഫോട്ടോഗ്രാഫർ ഒരാൾ ഇവിടെ നിന്നിട്ട് സംസാരിക്കുമ്പോൾ മുന്നിൽ വന്ന് ഒരു ഫോട്ടോ എടുത്ത് പോകുന്ന ആളല്ല ഒരു നല്ല ഫോട്ടോഗ്രാഫർ. മുന്നിൽ നിന്നെടുക്കും, സൈഡിൽ നിന്ന് എടുക്കും, പിറകിൽ നിന്നെടുക്കും, മുകളിൽ കയറിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കും. എന്നിട്ട് ഏതാണ് നല്ലത് എന്ന് അയാൾ ചൂസ് ചെയ്യും അല്ലേ? നിങ്ങൾ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെന്ന് പരിശോധിച്ച് നോക്കുന്നു. ഇതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫിയാണ്. ഒരേ വിഷയത്തിൻ്റെ സന്ദർഭം ഒന്നായിരിക്കും, പക്ഷെ അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് അത് ചിത്രീകരിക്കുന്നത്. അതതിൻ്റെ ഒരു പൂർണ്ണതയാണ്, അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ. ഖുർആനിൻ്റെ ചിത്രീകരണവും ആയി ബന്ധപ്പെട്ട് തന്നെ വലിയ പുസ്തകമുണ്ട്. ഇസ്മായിൽ റജി ഫാറൂഖിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എഴുതിയിട്ടുള്ള വളരെ കനപ്പെട്ടൊരു പുസ്തകമുണ്ട്. അതിനെ ഉപജീവിച്ചുകൊണ്ട് പിന്നെയും ധാരാളം രചനകൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൻ്റെ ചിത്രീകരണമാണ് വിഷയം, അതിൽ ഖുർആനിൻ്റെ കലയാണ് വിഷയം. പിന്നെ പറയാണ്, അയ്യൂബ് നബി, അറബി വാക്കാണ്, എൻ്റെ അർത്ഥം പറയാം. അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചതിൻ്റെ കാരണം എന്താണ്? മറിയം ബീവി പിതാവില്ലാതെ ജനിച്ച ആ കുട്ടിയുമായി നാട്ടുകാരുടെ മുന്നിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? അല്ലാത്തൊരു ചോദ്യമല്ലത് അല്ലേ? പിതാവില്ലാത്തൊരു കുട്ടിയുമായി, പിതാവില്ലാതെ ജനിച്ചൊരു കുട്ടി, പിതാവില്ലാത്ത കുട്ടി മീൻസ് പിതാവില്ലാതെ ജനിച്ചൊരു കുട്ടിയുമായി മറിയം ബീവി വരുന്നത് നാട്ടുകാരുടെ മുന്നിലേക്കാണ്. എന്തെല്ലാം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നിട്ടും വന്നത് എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി തീയിനെ ഭയപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒന്നാണ്, കത്തിയാളുന്ന തീയിൻ്റെ അകത്തു നിന്ന് തണുത്തു വറച്ചുകൊണ്ട് കയറി വരുന്ന ഖലീലുള്ളയെ മനസ്സിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തിരുന്ന ആ മാജിക്ക്? നമ്മുടെ ഈ പ്രാർത്ഥിക്കൂലേ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥനയുടെ ഒരു രീതി സ്വീകരിക്കാൻ പറ്റിയൊരു രീതി എന്താണെന്നറിയോ? ഇപ്പോൾ കടൽ രണ്ടായി മാറുക എന്നുള്ളത് സംഭവിക്കാത്ത കാര്യമല്ലേ? പക്ഷെ സംഭവിച്ചില്ലേ? ആർക്ക് വേണ്ടിയിട്ട്? മൂസാ നബിക്ക് വേണ്ടിയിട്ട്. തീ തണുക്കുക എന്നുള്ളത് സംഭവിക്കാത്ത കാര്യമല്ലേ? പ്രകൃതിയിൽ അങ്ങനെ ഒരു സംഗതി ഇമ്പോസിബിൾ ആണ്. പക്ഷെ ഇബ്രാഹിം നബിക്ക് വേണ്ടിയിട്ട് എന്തായി? അത് തണുത്തു. യൂനുസ് നബിയെ അള്ളാഹു രക്ഷിച്ചെടുത്തത് 3 ഇരുട്ടുകളുടെ അകത്തു നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. രാത്രി, കടല്, തിമിംഗലത്തിന്റെ ആമാശയം. അവിടുന്നാണ് വനാദ ഫിൽ ദുലുമാത്ത് എന്ന് പറഞ്ഞ് അവിടുന്നാണ് വിളിച്ചത്. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു രീതി ഇതാണ്. നമ്മൾ വളരെ അത്രയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ, പടച്ചോനെ, ഇബ്രാഹിം നബിയുടെ മുന്നിൽ തീയനെ തണുപ്പിച്ചവനല്ല നീ. അല്ലാഹ് മൂസാ നബിയുടെ മുന്നിൽ കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ ഒരു പാതയൊരുക്കിയവനല്ലേ പടച്ചവനെ നീ. യൂനുസ് നബിയെ അവിടുന്ന് രക്ഷിച്ചെടുത്തവനല്ലേ നീ.
ആമാശയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നത്. തിന്നു കഴിഞ്ഞിട്ടാ പുറത്തേക്ക് വന്ന്, വിഴുങ്ങിയതാ, എന്നിട്ടാ പുറത്തേക്ക് വന്ന്. അപ്പം നിനക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള നിനക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചോദിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. അത്രയും പോപ്പുലറായ വേർഡാണല്ലോ. ഒരു കാര്യകാരണമൊന്നും പറയാൻ പറ്റില്ല, എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. അവിടെ നിന്നുള്ള ഇടപെടൽ മാത്രമാണ്. പടച്ചോനെ അങ്ങനെ എന്നെ രക്ഷിക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം, ഉത്തരം കിട്ടും. പിന്നെ പറയുന്നൊരു സംഗതി ഇതാണ്, എന്താണെന്നറിയോ? യാക്കൂബ് നബി മകൻ നഷ്ടപ്പെട്ടില്ലേ? യാക്കൂബ് നബിയുടെ ഒരു വേർഡ് ഉണ്ട്, എന്താണ്? അഖാഫു അൻ യഅകുലഹു ദിബ. മറ്റേ കുട്ടികളൊക്കെ വന്നിട്ട് യൂസുഫിനെ ഞങ്ങൾ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോൾ യാക്കൂബ് നബി പറയാണ്, എനിക്ക് പേടിയുണ്ട്. എന്താണ്? ചെന്നായ അവനെ തിന്നുമോ എന്ന പേടി എനിക്കുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചേ? അപ്പൊ യൂസുഫിനെ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. അദ്ദേഹം പേടിച്ചത് ആരെയാണ്? അതിന്റെ ഉള്ളിലൊരു സംഗതി പറയാൻ വേണ്ടിയിട്ടോ. അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു വേർഡാണ്, എന്താണ്? അഫൂദു അംരി ഇലല്ലാ, അല്ലെ? അല്ലെ? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പടച്ചോനെ ഏൽപ്പിക്കുന്നു. ഉഫവ്വിലു, അല്ലെ? ഉഫവ്വിലു അംരി ഇലല്ലാ, ഉഫവ്വിലു അംരി ഇലല്ലാ. തവക്കുല വന്ന്, നേരത്തെ വന്ന എന്താണ്? പേടിയാണ്. ആരെ പേടിച്ചത്? ഭൗതികമായി പേടിയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇങ്ങനെ സംഭവിക്കും. അപ്പൊ എന്താ സംഭവിച്ചേ? ആ പേടി സംഭവിച്ചു. പക്ഷെ പിന്നെ അദ്ദേഹം പറയാം ഉഫവ്വിലു അംരി ഇലല്ലാ. അപ്പൊ എന്താ സംഭവിച്ചത്? മകനെ തിരിച്ചു കിട്ടി, കാഴ്ചയും തിരിച്ചു കിട്ടി. ഇത് ഖുർആന്റെ അകത്തുനിന്ന് നമ്മൾ വായിക്കേണ്ട ഒരു രീതിശാസ്ത്രത്തെ കുറിച്ചുള്ള യൂസുഫുൽ ഖർദാവിയുടെ ഒരു പുസ്തകത്തിന്റെ അകത്തു നിന്നുള്ള വേർഡാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വേർഡുകളെ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വനബലു അന്നക്കും അത്താൻ അലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ വലനബലു അഖ്ബാറക്കും. നിങ്ങളെ നാം പരീക്ഷിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് എത്ര സഹിക്കാൻ കഴിയുന്നത് എന്നറിയുന്നത് വരെ എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് വലനബലുവ അഖ്ബാറക്കും. അതെന്താണ്? വിഷമങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ വല്ലാതെ പിഴക്കുക. അതും നോക്കണുണ്ട്. വിഷമങ്ങൾ വരുമ്പോഴേ വല്ലാണ്ട് ശപിക്കും, മനുഷ്യന്മാരെ ശപിക്കും, പടച്ചോനെ കുറ്റം പറയും, സാഹചര്യങ്ങളെ കുറ്റം പറയും. അങ്ങനെ ഇരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്നെങ്കിൽ എന്നൊക്കെ പറയൂലേ. അതാണ് വലനബലുവ അഖ്ബാറക്കും. പറഞ്ഞു എങ്ങനെ? ആ ഇവിടെ നിനക്കറിയില്ല, ഞാനതൊന്നും പഠിച്ചില്ല. അതൊക്കെ പണ്ഡിതന്മാരോട് ചെയ്യണതാ. ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളൊക്കെ അതിന്റെ പുറത്തു കൂടെ ഇങ്ങനെ കാണല്ലേ, ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്കറിയില്ലല്ലോ. എനിക്കതൊന്നും അറിയില്ല കേട്ടോ, ഞാനതൊന്നും പഠിച്ചില്ല. അത് നല്ലൊരു വിഷയമാണ് നിങ്ങൾ പറഞ്ഞത്. വളരെ വ്യാപകമായിട്ട്, അതെ, വ്യാപകമായി അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പഠിക്കേണ്ട വിഷയമാണ്, സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട വിഷയവുമാണ്. അത് നമ്മളൊക്കെ തന്നെയാണ് പഠിക്കേണ്ടതും. ചേകനൂർ മൗലവിയുടെ വാദങ്ങളായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ചതാണ്. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുക. നല്ല ഇരുട്ടുണ്ട്. ഇരുട്ടത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിൻ്റെ ഒരു വിളക്കുണ്ട്. എന്തിൻ്റെ വിളക്കാണ്? സ്വർണത്തിൻ്റെ വിളക്ക്. വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? എന്ത് വേണം? കത്തിക്കണം. വിളക്കൊണ്ടല്ല കാര്യം, പിന്നെയോ വെളിച്ചം കൊണ്ടാണ് കാര്യം. മനുഷ്യന്മാരൊക്കെ ഒരു ഇരുട്ടിലാണ്. കാലാകാലങ്ങളിലും മനുഷ്യർ ഇരുട്ടില്ല. നല്ല നിയോൺ വെളിച്ചങ്ങൾ ഉണ്ട് ചുറ്റും. പക്ഷെ ഈ വെളിച്ചങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് പ്രഭ ചൊരിയുമ്പോഴും മനുഷ്യൻ വല്ലാത്തൊരു ഇരുട്ടിലാണ്. ആ ഇരുട്ടില് വിളക്കൊണ്ട് കാര്യമില്ല.
എന്തുകൊണ്ടേ കാര്യമുള്ളൂ? അത് വെളിച്ചം പ്രസരിപ്പിക്കണം. ഞങ്ങളുടെ കയ്യിൽ വലിയ വിളക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുനടന്നിട്ട് കാര്യമുണ്ടോ? നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് കമഴ്ത്തി വെച്ചൊരു കലത്തിൻ്റെ അകത്തേക്ക് വെള്ളം കയറൂല, തുറന്നു വെക്കണം. ഖുർആൻ ഇങ്ങനെ പെയ്യുണ്ട്, എല്ലാ അവസരങ്ങളുണ്ട്. ഇതൊക്കെ അതിൻ്റെ പെയ്ത്താണ്. ആര് നടത്തിക്കോട്ടെ, എല്ലാം ഖുർആൻ നല്ല ഉദ്ദേശമാണെങ്കിൽ മനുഷ്യന് അതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല തന്നെയാണ്. ഇതൊക്കെ ഒരു പെയ്ത്താണ്, അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ തുറന്നു വെച്ചിട്ടില്ലെങ്കിൽ ഉള്ളിലേക്ക് കയറില്ല അല്ലേ? അവിടെ തുറന്നു വെച്ച കലം പോലെ, കൊളുത്തി വെച്ച വിളക്ക് പോലെ ഖുർആനിൻ്റെ ജീവിക്കുന്ന പരിഭാഷപ്പെടുത്തലുകളായി മാറാൻ. ഖുർആൻ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹ്ക്ക് നമ്മളോട് എന്തൊക്കെ പറയണ്ട്? അതാണെന്ത്? അതാണ് ഖുർആൻ. അത്രേ ഉള്ളൂ. അള്ളാഹ്ക്ക് നമ്മളോട് എന്തൊക്കെ പറയണ്ട് അതാണ്. ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരില്ലേ, നമുക്ക് ഡിസ്ക്രിപ്ഷൻ തരില്ലേ, മരുന്ന് ഷീട്ട്. നമ്മളൊക്കെ വായിച്ചു നോക്കാറുണ്ട്. ആരെങ്കിലും വായിച്ചു നോക്കില്ല? വായിച്ചു നോക്കിയിട്ട് കാര്യമില്ല. നമ്മളത് സന്തോഷത്തോടെയാണോ സ്വീകരിക്കുക? ഇനി വരുമ്പോൾ കൊണ്ടുവരണിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കും, അത്രയേ ഉള്ളൂ അല്ലേ? പക്ഷെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ എഴുതി തന്ന കത്താണെങ്കിലോ നമ്മളെങ്ങനെ സൂക്ഷിക്കുക? വായിച്ചു 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 വായിച്ച് കാണാതെ പഠിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അയച്ചൊരു മെസ്സേജ്, ഒരു മെയില്, എത്ര സന്തോഷത്തോടെ വായിക്കുക, എത്ര പ്രിയപ്പെട്ട സ്ഥലത്താ സൂക്ഷിക്കുക. എല്ലാ ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ അത് മാത്രം ഉണ്ടാവും ബാക്കി. എന്തുകൊണ്ടാ? അതാര് തന്നു എന്നുള്ളതാ. ഖുർആൻ നമുക്ക് തന്നതേ നമ്മളെ വാപ്പനും ഉമ്മനേക്കാളും നമ്മളോട് സ്നേഹമുള്ള ഒരാളാ തന്നത്. ആ ആൾക്ക് നമ്മളോട് എന്തൊക്കെ പറയണ്ട്, അതാണ് ആ പേജുകളിൽ ഉള്ളത്. ഓരോ വരിയുടെ അകത്തും ഒരാകാശമുണ്ട്. ഓരോ വരികൾ കൂട്ടിമുട്ടുമ്പോഴും നക്ഷത്രങ്ങളാണ് കണ്ടുമുട്ടുന്നത്. ഓരോ വരികൾ കൂട്ടിമുട്ടുമ്പോഴും ഓരോ വരികളിൽ നിന്ന് മറ്റൊരു വരികളിലേക്ക് സഞ്ചരിക്കുമ്പോഴും ഒരു നക്ഷത്രക്കൂട്ടത്തിൽ നിന്ന് അടുത്ത നക്ഷത്രക്കൂട്ടത്തിലേക്കാണ് നമ്മൾ ഒഴുകി നീങ്ങുന്നത്. അങ്ങനെ ഖുർആനിൻ്റെ ആ ഭംഗിയും ടേസ്റ്റും അനുഭവിക്കുന്നവരായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാസർഗോഡ് ഒരിക്കൽ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, മോനെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം അമ്മ പറയാണ്, ഭർത്താവ് ഗൾഫിലായിരുന്നു, ഭർത്താവും 2 ആൺമക്കളും, നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന അമ്മ. ഭർത്താവ് ഗൾഫിൽ വെച്ച് അറ്റാക്കായിട്ട് മരിച്ചു. മക്കള് കുറച്ച് ദൂരെ പഠിക്കുകയാണ്. അവർ വെക്കേഷന് നാട്ടിൽ വന്ന് അവർ ചെറുപ്പം മുതൽ കുളിക്കുന്ന പുഴയുണ്ട് വീടിനടുത്ത്, കുളിക്കാൻ പോയതാ. ആ 2 കുട്ടികളും ഒരു കൂട്ടുകാരനും മുങ്ങി മരിച്ചു. ആ അമ്മ ഒറ്റക്കായി. ഈ സംഘടനാപരമായ കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഉമ്മനെ കുടുംബക്കാരും ഒറ്റപ്പെടുത്തി. കാരണം അമ്മ ആ സദസ്സിലൊക്കെ വരുന്ന ഉമ്മയാണ്. അതൊന്നും ഇഷ്ടപ്പെടാത്ത കുടുംബങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ട് ആ ഉമ്മ ജീവിതത്തിൻ്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ടുപോയി. ഇത്രയും പറഞ്ഞതിന് ശേഷം അമ്മ പറയാണ്, മോനെ ഖുർആൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. കാളികാവിനടുത്ത് ഉദരംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു വയസ്സായ മനുഷ്യനുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരിക്കൽ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം സാധാരണ ഏതൊരു പ്രസംഗമാണെങ്കിലും അദ്ദേഹം മുന്നിലുണ്ടാവും. എല്ലാവരുടെ പ്രസംഗത്തിനും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് നിൽക്കുന്നത് കാളികാവിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ വീട്ടിലേക്ക് ആക്കിത്തരാം. നമ്മുടെ ഉപ്പൻ്റെ സുഹൃത്താണ്. അപ്പം ഇങ്ങനെ യാത്ര ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഉപ്പാനെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുറേ കുട്ടികളിങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ പേരക്കുട്ടികളാണ്? ആ പേരക്കുട്ടികളാണ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പം എന്നെക്കുറിച്ചൊന്നും അറിയില്ലേ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. എന്നെക്കുറിച്ച് നിങ്ങൾ അറിയണം. നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് വരാന്തയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മകൻ മരിച്ചു, മകൻ്റെ ഭാര്യ മരിച്ചു, മകള് മരിച്ചു, ഇവരുടെ 2ഉം 3ഉം കുട്ടികൾ. മകളല്ല, മകളുടെ ഭർത്താവ് മരിച്ചു, മകളും മകളുടെ കുട്ടികളും, മകൻ്റെ മക്കളും. മകൻ്റെ മക്കൾക്ക് വാപ്പയില്ല, ഉമ്മയില്ല. ഈ 5 മക്കള്
ഈ വല്യപ്പ് വല്യമ്മ, ഇതാണ് ആ വീട്. ജീവിതത്തിൻ്റെ ഒരുപാട് സങ്കടങ്ങൾ കണ്ടൊരു മനുഷ്യൻ, ഒരുപാട് മനുഷ്യരുടെ മരണവാർത്ത കേൾക്കേണ്ടി വന്നൊരു മനുഷ്യൻ, ഒരുപാട് മനുഷ്യരെ ഖബറിലേക്ക് സ്വന്തം പ്രിയപ്പെട്ടവരെ, ഈ ബാപ്പയമ്മയും ജീവിച്ചിരിക്കുക മക്കൾ മരിക്കുക എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നതാണ്. അനുഭവങ്ങളാണ്, ദുഃഖമാണ് ഏറ്റവും നല്ല അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയുള്ളത്. അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദുഃഖമാണ് ജീവിതത്തിലെ അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം. അങ്ങനെ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്ന ആ ഉപ്പ അവസാനം ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞാൽ അറിയാം, നല്ല കരയുന്നുണ്ടായിരുന്നു. അവസാനം പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, കാരണം എനിക്ക് പടച്ചോനെ വിശ്വാസം വേണം. എന്താ പറഞ്ഞേ? നമ്മളെന്താ പറയല്? പടച്ചവനിൽ വിശ്വാസമാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനല്ല, എനിക്ക് പടച്ചോനെ വിശ്വാസമാണെന്ന് പറഞ്ഞു. ആ വീടിന് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്. പടച്ചവനിലല്ല, പടച്ചോനെയാണ്. കൂടെ ഒരാളെ, എനിക്ക് റിയാസിനെ വിശ്വാസമാണെന്ന് പറയുമ്പോൾ തൊട്ടടുത്തുണ്ട് പടച്ചോൻ, തൊട്ടടുത്തുണ്ട് മൂപ്പര. മൂപ്പർക്ക് ഒരുപാട് ദൂരമുള്ള ആളെന്നല്ല പഠിച്ചത്, തൊട്ടടുത്ത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു. അത്ര അടുത്തു നിന്ന് അള്ളാഹുവിനെ അനുഭവിക്കാൻ നമ്മുടെ ഖുർആൻ വായന നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്നുകൂടി പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദിൻ വ ആലിഹി വഅസ്ഹാബിഹി വസല്ലം.